ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും എജുപോർട്ടിന്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജ്വലനം അഥവാ കമ്പഷനെ കുറിച്ചാണ്. അല്ലെ, പലപ്പോഴും പല കുട്ടികളും പരിഭവത്തോടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സാർ ജ്വലനത്തിന്റെ ബാലൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല സാർ, കമ്പഷൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല സാർ എന്ന് പരിതപിക്കുന്നവരോട് പറയാനുള്ളത്, അതിന്റെ ഉത്തരമായിട്ട് പറയാനുള്ളത് ഈ വീഡിയോ തന്നെയാണ്. മക്കൾ എന്ത് ചെയ്യണം? ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. നേരെ വീഡിയോസിലേക്ക് പോവാം. മക്കളെ, കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമ്മൾ ആ ഒരു ചോദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ എങ്ങനെയാണ് തിരിച്ചറിയുക? അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോ മീഥൈൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ്, അല്ലെ, ഓക്സിജൻ നമ്മളെ റിയാക്ഷൻസിൽ കണ്ടോ? ഓക്സിജനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഉറപ്പിച്ചോളൂ, ഈ കമ്പഷൻ അഥവാ ജ്വലനമായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ മക്കളെ? മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ നമുക്ക് ഏതൊരു ഹൈഡ്രോ കാർബൺസിനെയും കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, അതേപോലെ തന്നെ വാട്ടർ കിട്ടും, അതേപോലെ തന്നെ ഹീറ്റ് അഥവാ താപം കിട്ടും, അതേപോലെ തന്നെ ലൈറ്റ് അഥവാ പ്രകാശം കിട്ടും. ഇതല്ലാണ്ട് വേറൊരു സാധനം ഉണ്ടാവില്ല. ഏത് ഹൈഡ്രോ കാർബൺസ് ആയിക്കോട്ടെ, മീഥൈൻ ആയിക്കോട്ടെ, ഈഥൻ ആയിക്കോട്ടെ, പ്രൊപ്പൈൻ ആയിക്കോട്ടെ, ബ്യൂട്ടൈൻ ആയിക്കോട്ടെ, എന്തായാലും ശരി, അവിടെ നമുക്ക് കിട്ടുന്നത് ഈ 4 എണ്ണം അല്ലാണ്ട് വേറൊരു സാധനം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് ഇത് ബാലൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം. കാരണം ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് കാർബണിന്റെ എണ്ണം അവിടെ നോക്കാനും ഹൈഡ്രജൻ എണ്ണം അവിടെ നോക്കാനും ഒക്കെ വളരെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ വലിയ കോമ്പൗണ്ട്സുകളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അത് ബാലൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ഇക്വേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എടോ, എഴുതി പഠിക്കുക. മിനിമം 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കാനുള്ള ശ്രമം നടത്തുക. എന്നാ പിടിച്ചോ, CX പേടിക്കണ്ട എടാ, CXHY പ്ലസ് X പ്ലസ് Y/4O2. പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട, ചെറിയ ആളാണ്. XCO2 പ്ലസ് Y/2H2O എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഏത് കമ്പഷനെയും നമുക്ക് ബാലൻസ് ചെയ്യാം. ആദ്യം ഒന്ന് പഠിക്കാം. എടാ, എന്താണ് CXHY plus X plus Y/4 plus O2 gives XCO2 plus Y/2H2O. അപ്പൊ ഇതാണ് മക്കളെ ഇക്വേഷൻ കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ, ആരും പേടിക്കേണ്ട, വളരെ പാവത്തനായിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇനി ഞാനൊരു കാര്യം പറയാം, മനസ്സിലാക്കാം. കാർബണിന്റെ എണ്ണം എത്രയാണോ അതിനെയാണ് X എന്ന് പറയുന്നത്. ഓക്കെ, കാർബണിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ X എന്ന് പറയുന്നത്. ഹൈഡ്രജന്റെ എണ്ണത്തിനെയാണ് നമ്മൾ Y എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാർബണിന്റെ എണ്ണത്തിനെയാണ് X എന്ന് പറയുന്നത്, ഹൈഡ്രജൻ എണ്ണത്തിനെയാണ് Y. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ എഴുതിയ എക്സാമ്പിൾ തന്നെ കൊടുക്കാം. ഇപ്പോ CH4 പ്ലസ് O2 gives, അല്ലെ, ഇതാണ് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണമെന്ന് നോക്കുക. എത്ര കാർബൺ ഉണ്ട് അല്ലെങ്കിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കണം, അല്ലെ. നോക്കൂ മക്കളെ, കാർബണിന്റെ എണ്ണം അഥവാ X = 1. ഞാൻ ആദ്യം പറഞ്ഞു, കാർബണിന്റെ എണ്ണത്തിനെയാണ് X എന്ന് പറയുന്നത്, ഹൈഡ്രജൻ എണ്ണത്തിനെയാണ് Y എന്ന് പറയുന്നത്. Y = 4. ഇതാണ് നമ്മളെ തുറുപ്പ് ഗുലാൻ, അല്ലെ. അപ്പൊ കാർബണിന്റെ എണ്ണത്തിന് X എന്ന് കൊടുത്തു. അപ്പൊ X എന്ന് പറയുമ്പോൾ 1 ആണ്. ഹൈഡ്രജൻ എണ്ണം എന്ന് പറയുമ്പോൾ Y = 4 ആണ്. മനസ്സിലാക്കി വെക്കണേ. ഈ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. കാർബണിന്റെ എണ്ണത്തിനെയാണ് X എന്ന് പറയുന്നത്, ഹൈഡ്രജൻ എണ്ണത്തിനെയാണ് Y എന്ന് പറയുന്നത്. അപ്പോൾ X എത്ര വരും? X എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക, Y എന്ന് പറഞ്ഞാൽ 4 ആണ് വരിക. ഇനി നമുക്ക് നേരെ X ഉം Y ഉം ഈക്വേഷനിലായിട്ട് കൊടുക്കാം, അല്ലെ. CX എന്ന് പറയുമ്പോൾ C1, അല്ലെ, Xന്റെ വില 1. H4 പ്ലസ് X പ്ലസ് Y/4 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 4/4. റെഡി അല്ലേ? O2 gives, എടാ മക്കളെ, എക്സിന്റെ വൈന്റെ സ്ഥാനത്ത് നമ്മൾ സംഖ്യ ആയിട്ട് കൊടുക്കാം, അല്ലെ. XCO2 എന്ന് പറയുമ്പോൾ 1 CO2 പ്ലസ് Y/2H2O എന്ന് പറയുമ്പോൾ 4/2H2O. ശരിയല്ലേ മക്കളെ? ശരിയല്ലേ? റെഡി. ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി ഒന്ന് വൃത്തിക്ക് എഴുതാൻ പോവാണ്. C1H4 എന്ന് പറയുമ്പോൾ CH4 തന്നെ പ്ലസ് 1 പ്ലസ് 4/4 എന്ന് പറയുമ്പോൾ 1. ഇതിങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അതായത് 1 അതേപോലെ എഴുതുക. 4/4 എന്ന് പറയുമ്പോൾ 1 gives 1 CO2 എന്ന് പറയുമ്പോൾ CO2 തന്നെ വരും, പ്ലസ് 4/2 എന്ന് പറയുമ്പോൾ 2H2O, അല്ലെ. ഇത്രയാണ്. ഇനി നമ്മളിത് ഒന്നുകൂടി ഉടച്ച് വാർക്കുന്നു, അല്ലെ. CH4 പ്ലസ് 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2O2 വരും, gives CO2 പ്ലസ് 2H2O. കണ്ടോ? ദിസ് ഈസ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഓഫ് മീഥൈൻ. കേട്ടോ,
നേരെ നിങ്ങൾ ഒരു 2 പ്രാവശ്യം ഈ ഒരു ഇക്വേഷൻ ഒന്ന് പഠിക്കാം അല്ലെ. CxHy x plus y/4O2 gives xCO2 plus y/2H2O എന്ന് പറഞ്ഞ ഒരു 2, 3, 4, 5 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. എക്സിന്റെ വിലയാണ് അല്ലെങ്കിൽ കാർബണിന്റെ വിലയാണ് എക്സ് എന്ന് പറയുന്നത്, ഹൈഡ്രനെയാണ് വൈ എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സും വൈയും നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് കാണാം. ഇവിടെ എക്സ് 1 ആണ്, വൈ 4 ആണ്. പിന്നെ ഒന്നും നോക്കാനല്ല, ഇക്വേഷനിൽ എക്സും വൈ ആണ് കൊടുക്കുക, ബാലൻസ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഏത് വലിയ ചോദ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ അകത്തുനിന്ന് എക്സിന്റെയും വൈന്റെയും വില കാണുക, നേരെ നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ടപ്പേ എന്ന് പറഞ്ഞ 3, 4 മാർക്ക് നമുക്ക് അടിച്ചെടുക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. മാത്രമല്ല ഏത് കാര്യവും എളുപ്പത്തിൽ പഠിപ്പിക്കുന്ന സ്ഥലമാണ് എജുപോർട്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ പഠിക്കാൻ വൈകിട്ടുണ്ടോ സാറേ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ഓണം കഴിഞ്ഞിട്ട് നമ്മളൊരു അടിപൊളി ബാച്ച് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. അതിൽ ജോയിൻ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നമ്പേഴ്സുകളൊക്കെ അടികൂടി സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അത് കൃത്യമായിട്ട് വിളിക്കുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഡിസംബറോട് കൂടി മുഴുവൻ ചാപ്റ്റർ നമ്മൾ പഠിച്ച് തീർത്ത് SSLCക്ക് വലിയ ഒരു മാർക്ക് തന്നെ നമ്മൾ വാങ്ങിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആളുകളെ, മാക്സിമം കൂട്ടുകാരൊക്കെ വിളിച്ചു വരിക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരും. സോ അവിടെ വെച്ച് കാണാം. ഗുഡ് ബൈ.